നമസ്കാരം. ഈ അടുത്ത് ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള 2 കോളേജ് അധ്യാപകർ, ഭാര്യയും ഭർത്താവുമാണ്. അവരുടെ കാറിൽ അതിലെ പോകുന്നത് കണ്ടു. അപ്പോൾ അവരുടെ കാർ ഒരു മാരുതി സെലീറിയോ എന്ന് പറയുന്ന ഒരു ചെറിയ കാറാണ്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ വഴിയെ തന്നെ വേറൊരു കാറിൽ വളരെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ പോകുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ കാറ് ഒരു 80, 85 ലക്ഷം രൂപ എന്തോ വില വരുന്ന ഒരു വലിയ കാറാണ്. ഇത് വലിയൊരു കോൺട്രാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിലായാലും പലപ്പോഴും സ്കൂളുകളിലും ഈവൻ പലപ്പോഴും ഗവൺമെന്റുകളുടെ പരിപാടികളിലും ഒക്കെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ ആളുകളെ കൊണ്ടുവരാറുണ്ട്. ചില മോട്ടിവേഷൻ സ്പീക്കർമാരുടെ പ്രസംഗങ്ങളൊക്കെ വളരെ വലിയ തുകയാണ് ആളുകൾ പ്രസംഗങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. ഇവിടുത്തെ കാര്യം മാത്രമൊന്നുമല്ല. മോട്ടിവേഷണൽ സ്പീക്കിംഗ് അല്ലെങ്കിൽ പെപ് ടോക്കുകൾ എന്നൊക്കെ പറയുന്നത് യുഎസിൽ തന്നെ ഈ മൊത്തം മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഇൻഡസ്ട്രിയുടെ വലിപ്പം ഒരു 2 ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ പിന്നെ അളവിൽ വരുമെന്നൊക്കെയാണ് ചില കണക്കുകൾ ഉള്ളത്. അപ്പൊ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ മോട്ടിവേഷണൽ സ്പീക്കിംഗ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ടോക്കുകളുമായി ബന്ധപ്പെട്ട് സൈക്കോളജി എന്താണ് അതിനെപ്പറ്റി പറയുന്നത് എന്നാണ് നോക്കുന്നത്. മോട്ടിവേഷണൽ സ്പീച്ചുകൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലർ ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ബിസിനസ്സുകാർ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട്, സെയിൽസ് വർദ്ധിപ്പിക്കാൻ, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് സ്കൂളുകളിലുമൊക്കെ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ വെക്കുന്നത് കാണാം. പലപ്പോഴും സ്കൂളുകളിലുമൊക്കെ PTA മറ്റും ആവശ്യപ്പെട്ട് ചെയ്യുന്നതാണ്. സൈക്കോളജിസ്റ്റുകളോടും പലപ്പോഴും ഈ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എടുക്കാമോ എന്നൊക്കെ പലയിടത്തും ചോദ്യങ്ങൾ വരാറുമുണ്ട്. എന്താണ് മോട്ടിവേഷണൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീച്ചുകളെ ഇത്ര പ്രിയങ്കരമാക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. അത് പലപ്പോഴും ഇമോഷനുകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചേറെ ഘടകങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ളതറിയാം. ഒന്ന്, മോട്ടിവേഷണൽ ടോക്കുകളിൽ ഒക്കെയും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഫോർമാറ്റ്, ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ, ഒരു കഥ പറച്ചിലിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ഇത്തരം കഥകൾക്ക് പലപ്പോഴും ആളുകളുടെ മുഴുവൻ സെൻസസിനെയും പിടിച്ചിരുത്താനുള്ള, ആൾക്കാരെ നന്നായിട്ട് എൻഗേജ് ചെയ്യാനുള്ള, ഒരു ക്ലാസ്സിനെ ഒക്കെ വലിയ വസ്തുതകൾ പറയുന്ന ഒരു ക്ലാസ്സിനെയൊക്കെ അപേക്ഷിച്ച് ആളുകളെ വളരെ നന്നായിട്ട് പിടിച്ചിരുത്താനുള്ള കഴിവ് ഇത്തരം കഥകൾക്ക് ഉണ്ടാവും. അത് നന്നായി കഥ പറയുക എന്നുള്ളത് പലപ്പോഴും വിജയകരമായ മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്നതിന്റെ ഒരു ആവശ്യം കൂടിയാണ്. മാത്രമല്ല പലപ്പോഴും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പല കൺസെപ്റ്റുകളെയും കഥകളുടെ രൂപത്തിൽ ഉപമകളായിട്ടൊക്കെ നമുക്ക് തരാനും നമുക്ക് വളരെ വേഗം ഇതിനോടൊക്കെ റിലേറ്റ് ചെയ്യാനും കഴിയും. മാത്രമല്ല മോട്ടിവേഷണൽ സ്പീച്ചുകളുടെയൊക്കെ ഒരു പൊതുവെ രീതി വളരെ പാഷനേറ്റ് ആയിട്ട് പലപ്പോഴും സ്വന്തം അനുഭവങ്ങളോ അല്ലെ വേറെ ആരുടെയെങ്കിലും അനുഭവങ്ങളോ, ഈ റാക്സ് ടു റിച്ചസ് സ്റ്റോറീസ് എന്നൊക്കെ പറയുന്നത് പോലെ കഷ്ടപ്പാടുകളിൽ നിന്നും ഉയർന്നു വന്ന ആളുകളുടെ കഥകളായിട്ടും പിന്നെ ബുദ്ധിമുട്ടുകളെ നേരിട്ടതിന്റെ വിജയ കഥകളുമായിട്ടും ഒക്കെ പറയുമ്പോൾ അതിനോട് നമ്മുടെ മിറർ ന്യൂറോണുകളും ഒക്കെ ആക്ടിവേറ്റ് ആയിട്ടോ ഒക്കെ ആവാം, നമുക്ക് വളരെ വേഗം ഇതിനോട് റിലേറ്റ് ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നമുക്കും ഇതൊക്കെ സാധ്യമാണെന്നൊക്കെയുള്ള തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ആ ഓഡിയൻസിലിരിക്കുന്ന എല്ലാവരും ഈ മോട്ടിവേഷണൽ സ്പീക്കറും കൂടെ ചേർന്ന് ആ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അത് വളരെ വലിയൊരു ഒരു കൊളീജിയാലിറ്റി ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഒരേ അനുഭവം അനുഭവിക്കുന്നതിന്റെ ഒരു 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 ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കുകയും അത് നന്നായിട്ട് നമ്മളെ അതിനോട് അടുപ്പിച്ച് നിർത്തുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് ഒരു ഡോപ്പമിൻ റഷ് ഒക്കെ തരുന്നുണ്ടാവും, നമുക്ക് വളരെ ഒരു പ്ലസന്റ് ഫീലിംഗ് തരുന്നുണ്ടാവും. അതുപോലെ മോട്ടിവേഷണൽ ടോക്കുകളിൽ പലപ്പോഴും വളരെ കാര്യമായിട്ടുള്ള ഒതന്റിസിറ്റിയോടെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു ആധികാരികതയോടെയാണ് മോട്ടിവേഷൻ സ്പീക്കർമാർ സംസാരിക്കുക. അതും പലപ്പോഴും അത്യാവശ്യം സജസ്റ്റബിൾ ആയ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ എടുക്കാനും അവരോട് ചേർന്ന് പോകാനും ഒക്കെ ഒരു പിന്നെ സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ശ്രദ്ധിച്ചറിയാൻ പലപ്പോഴും കേരളത്തിലെങ്കിലും ഞാൻ കാണുന്ന മോട്ടിവേഷണൽ ടോക്കുകളുടെ പലതിന്റെ ഒരു രീതി വളരെ വേഗത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. വേഗത്തിലും ചടലുമായിട്ടും ഒക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സംസാര രീതിയും ഒക്കെ പലപ്പോഴും നമ്മളെങ്ങനെ മൊത്തത്തിലൊന്ന് അനക്കിയിരുത്തുകയും ഈ പറയുന്ന കാര്യങ്ങളോട് ചേർന്ന് പോകാൻ, അതിനെയൊക്കെ ഒന്ന് അംഗീകരിക്കാനും ഒക്കെ നമുക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. സാധാരണ വളരെ ബോറിംഗ് ആയിട്ടുള്ള ലെക്ചറുകളെയൊക്കെ അപേക്ഷിച്ച് ഇത്തരം സാധനങ്ങളോട് നമുക്ക് വളരെ വേഗം പിന്നെ നമ്മളെ ഒന്ന് എറോസൽ ഉണ്ടാക്കുകയും ആ എറോസലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനോട് ചേർന്ന് പോവുകയൊക്കെ ചെയ്യും. അവിടെ ഈ വോയിസ് മോഡുലേഷനും അതുപോലെ നമ്മുടെ ശ്രദ്ധ പരമാവധി അങ്ങോട്ട് പിടിച്ചു വെക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ, അത് ശബ്ദം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടും പലതരത്തിലുള്ള ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടും നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടും നമ്മളെ കൊണ്ട് ആക്ടിവിറ്റികൾ ചെയ്യിച്ചുകൊണ്ടും ഒക്കെ നമ്മളെ പൊതുവിൽ നമ്മുടെ മുഴുവൻ സെൻസസിനെയും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും മിക്കവാറും മോട്ടിവേഷണൽ പ്രസംഗങ്ങൾക്കും ഒക്കെ ഉണ്ടാവുന്നത്. മാത്രവുമല്ല പലപ്പോഴും വളരെ യഥാർത്ഥമായ പ്രശ്നങ്ങൾക്ക് വളരെ എളുപ്പത്തിലുള്ള സൊല്യൂഷൻസ് സാധ്യമാണ് എന്നുള്ള തോന്നൽ വളരെ കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്ക് തരാൻ പലപ്പോഴും ഇത്തരം മോട്ടിവേഷൻ പ്രസംഗങ്ങളിൽ കൂടെ ആൾക്കാർക്ക് സാധിക്കാറുണ്ട്. അത് നമ്മളും യഥാർത്ഥത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഓഡിയൻസിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളും അവരവരുടെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ തേടി ചെല്ലുന്നവരായിരിക്കും. ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമാണ് എന്നൊരു തോന്നൽ കുറച്ചു നേരത്തേക്കെങ്കിലും തരുന്നതും
പലപ്പോഴും മോട്ടിവേഷണൽ പ്രസംഗങ്ങളെ ആളുകൾക്ക് പ്രിയപ്പെട്ടതാക്കാൻ സഹായിക്കാറുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളാണ് മോട്ടിവേഷണൽ പ്രസംഗങ്ങളെ ആളുകൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്, അല്ലെങ്കിൽ അവ എഫക്റ്റീവ് ആണെന്ന് തോന്നൽ നമുക്കുണ്ടാക്കുന്നതിന്റെ കാരണം ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതേസമയം ഈ വിഷയത്തിലാണെന്നുള്ള വളരെ കുറച്ച് മാത്രമേ അങ്ങനെ ലോങ് ടേം ഗവേഷണങ്ങളൊക്കെ ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള വളരെ കുറച്ച് പഠനങ്ങൾ പറയുന്നത് മോട്ടിവേഷണൽ പ്രസംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോങ് ടേം ഇമ്പാക്റ്റ് നമ്മുടെ ചിന്തകളിലോ നമ്മുടെ പ്രവൃത്തികളിലോ നമ്മുടെ സ്വഭാവത്തിലോ മറ്റോ ലോങ് ടേമിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. മോട്ടിവേഷണൽ പ്രസംഗങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ഇമ്പാക്റ്റുകളും അല്ലെങ്കിൽ പോസിറ്റീവ് ഇഫക്റ്റുകളും ഷോർട്ട് ടേമിൽ ഉള്ളവയാണ് എന്നുള്ളതാണ്. ഈ ഷോർട്ട് ടേമിൽ നിന്നും അവയെ ലോങ് ടൈമിലേക്ക് മാറ്റണമെങ്കിൽ ഈ പ്രസംഗങ്ങൾ മാത്രം പോരാ, വേറെ ഒരുപാട് ഘടകങ്ങൾ കൂടെ അവിടെ വേണ്ടിവരും എന്നുള്ളതാണ്. അപ്പോൾ മോട്ടിവേഷൻ പ്രസംഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ഊർജ്ജം, നമുക്കതിനെ മോട്ടിവേഷൻ എന്നതിനേക്കാൾ ഒരുപക്ഷെ ഇൻസ്പിറേഷൻ എന്ന് ഒറ്റ വിളിക്കാം. ആ ഇൻസ്പിറേഷൻ നമുക്കൊരു കാര്യം ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ സാധിക്കാൻ തടസ്സമാകുന്ന മറ്റ് ഘടകങ്ങൾ, നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ ആവാം, അന്തരീക്ഷത്തിന്റെ നമ്മുടെ ചുറ്റുപാടിന്റെ പ്രശ്നങ്ങളാവാം, നമുക്ക് കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തതാവാം, നമുക്ക് കൃത്യമായ അറിവില്ലാത്തതാവാം. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരിക്കലും ഇത്തരം ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് ലോങ് ടൈം ആയിട്ടുള്ള സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇഫക്റ്റ് ഉണ്ടാകുമെന്നുള്ളതിന് നിലവിൽ യാതൊരു തെളിവുമില്ല. അതേപോലെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, സൈക്കോളജിയുടെയും തെറാപ്പിയുടെയും കാര്യം പറഞ്ഞ പോലെ തന്നെ കാര്യമായ റെഗുലേഷൻ ഇല്ലാത്തൊരു മേഖലയായതുകൊണ്ട് തന്നെ മോട്ടിവേഷണൽ പ്രസംഗങ്ങളുടെ ഒരു പരിധി എത്രയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്യാമെന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വളരെ അവ്യക്തത ഇവിടെയുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും മോട്ടിവേഷണൽ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളോട് ഓഡിയൻസിലിരിക്കുന്ന ആളുകൾ അവരുടേതായ വളരെ പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളും ഉന്നയിക്കാറുണ്ട്. അത് പലപ്പോഴും കൺസൾട്ടിങ് സൈക്കോളജിയിലൊക്കെ ഒരു പക്ഷേ പരിധിയിൽ വരാവുന്ന ചോദ്യങ്ങളാണ്. സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ എൻ്റെ ആങ്സൈറ്റി എങ്ങനെ കുറയ്ക്കാം, അതല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ എങ്ങനെ മാറ്റാം, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും ആളുകൾ ദേഷ്യം വരുന്നു, അതെങ്ങനെ നിയന്ത്രിക്കാമെന്നൊക്കെ മോട്ടിവേഷൻ സ്പീക്കർമാരോട് ചോദിക്കുകയും അപൂർവമായിട്ടെങ്കിലും ചില മോട്ടിവേഷൻ സ്പീക്കർമാരും തങ്ങൾക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇതിന്റെ ഒരു മറുപടി അറിയാം എന്നൊരു ധാരണയിൽ ആളുകൾക്ക് സൊല്യൂഷനുകൾ കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ പലപ്പോഴും ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാക്കാവുന്ന ഒരു കാര്യവുമാണ്. മാത്രമല്ല, ഈ മോട്ടിവേഷൻ സ്പീക്കർമാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചും അവരുടെ ഓരോ പ്രസംഗത്തിന് ശേഷം ആളുകൾ വളരെ വളരെ പോസിറ്റീവായി ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് കാണാം. ഇതിൽ ചിലരെങ്കിലും ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിനെ ഓർത്തെടുത്ത് പിന്നീട് അവരോടത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് പലപ്പോഴും തങ്ങളുടെ ഈ മോട്ടിവേഷൻ പ്രസംഗങ്ങൾ മാത്രമല്ല, തങ്ങളുടെ ആളുകൾക്ക് കൊടുക്കുന്ന ഇത്തരം പേഴ്സണൽ ആയിട്ടുള്ള പരിഹാരങ്ങളും ഒരുപക്ഷെ ഗുണപ്രദമാണ് എന്നൊരു തോന്നൽ മോട്ടിവേഷണൽ സ്പീക്കർമാർക്കും ഉണ്ടായിക്കൂടുന്നില്ല. ഇതുകൊണ്ട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള സംഭാഷണം കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നല്ല, ഒരു തരത്തിലുള്ള മോട്ടിവേഷണൽ സംഭാഷണം തന്നെയാണ് നമ്മുടെ മോട്ടിവേഷണൽ ഇന്റർവ്യൂയിങ് എന്ന് പറയുന്ന ഒരു തെറാപ്പി ടൂൾ ഉണ്ട്. അത് പക്ഷേ സ്റ്റേജിൽ പോയിട്ട് ചെയ്യുന്ന ഒന്നല്ല. മോട്ടിവേഷൻ ഇന്റർവ്യൂയിങ് പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു പേഴ്സണൽ ഇന്റർവെൻഷൻ ആണ് മോട്ടിവേഷൻ ഇന്റർവ്യൂയിങ് എന്ന് പറയുന്നത്. അത് ഒരു പേഴ്സൺ സെന്റേർഡ് കൗൺസിലിംഗിന്റെ ഒരു രൂപമാണ്. പ്രത്യേകിച്ചും അഡിക്ഷനുകളുടെ ട്രീറ്റ്മെന്റുകളിലും മറ്റുമൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് മോട്ടിവേഷൻ ഇന്റർവ്യൂയിങ്. അതുകൊണ്ട് മോട്ടിവേഷണലായ സംഭാഷണങ്ങൾക്കൊന്നിനും ഗുണമില്ല എന്നല്ല, പക്ഷേ അവ സ്റ്റേജ് പ്രോഗ്രാമുകളായിട്ടൊക്കെ നടത്തുന്നതിനേക്കാൾ പലപ്പോഴും ട്രെയിനിങ് സ്വഭാവത്തിൽ, ട്രെയിനിങ് മോഡിൽ വ്യക്തിയുടെ സ്പെസിഫിക് ആയ ആവശ്യങ്ങളും അവരുടെ പരിമിതികളും അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന സംഭാഷണങ്ങൾക്ക് ഒരുപക്ഷെ ലോങ് ടൈമിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാമെന്നുള്ളത് ഈ മോട്ടിവേഷണൽ ഇന്റർവ്യൂയിങ്ങിന്റെ ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ചിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മോട്ടിവേഷണൽ സ്പീച്ചുകൾ കൊണ്ട് കാര്യമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് എന്നൊരു ചോദ്യം വരാം. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടേതായ ചില കുറവുകളോ ഒക്കെ ആയിരിക്കും നമ്മുടെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പരിഹരിക്കാനുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വഴി. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ലൈഫ് സ്കില്ലുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ്. നമ്മുടെ ചിന്താ രീതി, നമ്മൾ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി, അവയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില ജനറലൈസേഷൻ ഉണ്ട്, അവയുടെ സ്വഭാവമൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും മാറ്റുകയും ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ലുണ്ട്. സെൽഫ് റെഗുലേഷനിൽ നമ്മൾ കുറച്ച കാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഗോളുകൾ, ലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അവയെപ്പറ്റി ഫീഡ്ബാക്ക് എടുക്കുകയും ഈ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ പറഞ്ഞ കർമ്മ പദ്ധതികളെ വീണ്ടും വീണ്ടും റീഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് സെൽഫ് റെഗുലേഷനകത്ത് വരുന്നത്. അപ്പോൾ സെൽഫ് റെഗുലേഷൻ പോലെയുള്ള സ്കില്ലുകൾ പരീക്ഷിക്കുകയും വളരെ കടുത്ത
ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ സഹായം തേടുകയൊക്കെയാണ് ചെയ്യേണ്ടത്. മോട്ടിവേഷണൽ പ്രസംഗങ്ങൾക്ക് പലപ്പോഴും തരാവുന്ന ഒരു ഷോർട്ട് ടേം ഹൈ ഉണ്ട്, ഒരു ലഹരി പോലെയുള്ള ഒരു ഊർജ്ജമുണ്ട്. അത് നമുക്ക് താല്പര്യമുള്ളതെന്നാണെങ്കിൽ അത് എടുക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ അത് ലോങ് ടൈമിൽ നമ്മുടെ സ്വഭാവമോ നമ്മുടെ ആറ്റിറ്റ്യൂഡുകളോ ഒക്കെ മാറ്റും എന്നതിന് വളരെ കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും നിലവിൽ റിസർച്ചിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ എപ്പിസോഡ് കേട്ടതിന് നന്ദി.